നമസ്കാരം. ഞാൻ രാജി അരവിന്ദ്, പെണ്ണില്ലത്തിൻ്റെ സ്ഥാപകയാണ്. പെണ്ണില്ലം പബ്ലിക്കേഷൻസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പെണ്ണില്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സാഹിത്യ കലാ മേഖലയിൽ അഭിരുചിയുള്ള ഒരു വിഭാഗം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് പെണ്ണില്ലത്തിലുള്ളത്. ഇപ്പോഴത് 104 പേരായി വളർന്നിരിക്കുകയാണ്. ഏകദേശം 1.25 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന പ്രദേശത്ത്, അതായത് എൻ്റെ സ്വന്തം സ്ഥലത്ത് 2023 ഒക്ടോബർ 19 ഈ സംഘടന ഞങ്ങൾ രൂപീകരിച്ചത്. സാഹിത്യത്തിൽ അഭിരുചിയുള്ളതും എന്നാൽ അതിന് അവസരം കിട്ടാത്തതുമായ എനിക്ക് നേരിട്ടറിയാവുന്ന 20 വനിതകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത്. അന്ന് ആ കൂട്ടായ്മയുടെ പേര് താച്ചി എന്നായിരുന്നു. വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ളൊരു പേരാണ് താച്ചി. അമ്മുമ്മ എന്നാണ് ആ താച്ചി എന്നുള്ള പേരിൻ്റെ അർത്ഥം. ഓരോരുത്തരുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രചിച്ച 20 കവിതകളായിരുന്നു ആദ്യ സമാഹാരത്തിൽ ഉണ്ടായിരുന്നത്. ആ കവിതാ സമാഹാരത്തിന് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നൽകിയൊരു പേരായിരുന്നു പെണ്ണില്ലം എന്നത്. 20 കവിതകളുമായി ഒരു പ്രസാധകനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഇതൊരു അസാധാരണ സംഭവമാണെന്നും കേരളത്തിൽ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇതെന്നും ഇത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കണമെന്നുമുള്ള അഭിപ്രായമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരസ്യം കൊടുക്കുകയും അതുവഴി ലഭിച്ച 20 കവിതകൾ കൂടി ഉൾപ്പെടുത്തി 40 കവിതകളുടെ ഒരു സമാഹാരമായിട്ടാണ് പെണ്ണില്ലത്തിൻ്റെ ആദ്യ പുസ്തകം പെണ്ണില്ലം എന്ന പേരിൽ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. 2023 ഡിസംബർ 29 തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ട് ആ പുസ്തകം പ്രകാശനം ചെയ്തത് പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ കരിവള്ളൂർ മുരളി സാറായിരുന്നു. അദ്ദേഹം പ്രകാശനം ചെയ്യുകയും ഡോക്ടർ റോസി തമ്പിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അന്ന് തൃശ്ശൂരിൽ നടന്നത്. അന്നത്തെ മനോരമ പത്രത്തിൻ്റെ അരപ്പേജിൽ ഈ പെണ്ണില്ലത്തിലെ എഴുത്തുകാരായ 40 പേരുടെയും ഫോട്ടോ അടക്കം വലിയ റിപ്പോർട്ടാണ് മനോരമ അന്ന് പ്രസിദ്ധപ്പെടുത്തിയത്. ആ റിപ്പോർട്ടിൽ അവരുടെ തലക്കെട്ട് കൊടുത്തിരുന്നത് എഴുതി കെട്ടിയ പെണ്ണില്ലം എന്നാണ്. ആ ഒരു വാർത്ത വളരെ വലിയ പ്രചാരം പെണ്ണില്ലത്തിന് ലഭിക്കുകയും വളരെ ആവേശകരമായ ഒരു പരിസമാപ്തി ആ പുസ്തക പ്രകാശന സമയത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്തു. ആദ്യത്തെ പുസ്തക പ്രകാശന വേദിയിൽ നിന്ന് ലഭിച്ച ആ വലിയ ആവേശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമായിരുന്നു പെണ്ണില്ലം റേഡിയോ എന്നത്. ഇതിലെ അംഗങ്ങൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി, അതായിരുന്നു പെണ്ണില്ലം റേഡിയോ. ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് അതും തുടങ്ങിയത്. 2024 ജനുവരി 7 ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പെണ്ണില്ലം റേഡിയോ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇപ്പോൾ വരെയും ഇന്ന് വരെയും അത് പ്രക്ഷേപണം ചെയ്യാൻ പെണ്ണില്ലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1.25 വർഷമായി പെണ്ണില്ലം റേഡിയോ 7000 പേരിലേക്ക് ദിവസവും അത് എത്തിച്ചേരുന്നുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് പെണ്ണില്ലം പബ്ലിക്കേഷൻ പ്രസിഡന്റ് ശ്രീമതി അനിതാ ദേവിക്കും വൈസ് പ്രസിഡന്റ് ശ്രീമതി സുധാ കൈകാര്യത്തിനുമാണ്. തുടക്കം എന്നിലൂടെ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തത് അനിതയായിരുന്നു. ദിവസവും മുടങ്ങാതെ പെണ്ണില്ലം വാർത്തയുമായി സുധാ കൈതാരവും മറ്റ് പരിപാടികളുമായി മറ്റ് അംഗങ്ങളും പെണ്ണില്ലം റേഡിയോയിൽ അണിനിരന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു പെണ്ണില്ലത്തിൻ്റെ വളർച്ച. അതിൽ പെണ്ണില്ലം റേഡിയോയ്ക്ക് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. അടുത്തത് 2024 ഫെബ്രുവരി 14 പ്രണയദിനത്തിൽ ഇല്ലത്തെ പ്രണയിനികൾ എന്നുള്ള ഒരു പുസ്തകമാണ് പെണ്ണില്ലം ഇറക്കിയിട്ടുള്ളത്. അതിൽ 45 വനിതകൾ പ്രണയദിന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളാണ് എഴുതിയിരുന്നത്. പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് ഗാന്ധി ഭവൻ ഡയറക്ടർ ശ്രീ സോമരാജൻ സാറാണ് ആ പുസ്തകവും പ്രകാശനം ചെയ്തത്. തൊട്ടടുത്ത് മാർച്ച് 8 വനിതാ ദിനം പെണ്ണില്ലത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന പേരിൽ 43 വനിതകൾ എഴുതിയ ഒരു സമാഹാരം
ഇറക്കാൻ വേണ്ടിയിട്ട് പെണ്ണില്ലത്തിന് സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ വെച്ചിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് കുര്യനാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അതോടുകൂടി പെണ്ണില്ലം ഒരുപാട് തലങ്ങളിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് പെണ്ണില്ലം ഒരു സംഘടനയായി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പെണ്ണില്ലത്തിലെ അംഗങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 1860 21 നമ്പർ സൊസൈറ്റി ആക്ട് പ്രകാരം പെണ്ണില്ലം എഴുത്തണം പബ്ലിക്കേഷൻസ് എന്ന പേരിൽ നമ്മുടെ സംഘടന രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അതോടുകൂടി പെണ്ണില്ലം പബ്ലിക്കേഷൻ രംഗത്തുകൂടി വിജയകരമായി കടന്നു വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പെണ്ണില്ലം എഴുത്തിടം പബ്ലിക്കേഷൻ്റെ ബാനറിൽ ആദ്യമായി നമ്മൾ ചെയ്തത് 62 വനിതകളുടെ സ്വന്തമായ പുസ്തകങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അവരുടെ സ്വന്തം പുസ്തകം 62 പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്ത് ആ പുസ്തകങ്ങൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ നഗരിയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും ചെയ്തു. എഴുത്തുകാരുടെ സ്വപ്നഭൂമിയായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ നഗരിയിൽ വെച്ച് ആ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒന്നായിരുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിലാണ് ഞങ്ങൾ അത് സാധിച്ചെടുത്തത്. അതിനുശേഷമാണ് 2024 ഡിസംബർ 29 തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ വെച്ചിട്ട് പെണ്ണില്ലത്തിൻ്റെ 1ാം വാർഷികം ആഘോഷിച്ചത്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജ് ശ്രീമതി ആര്യ സുദർശന, DGP ബി സദ്യ, സോഷ്യൽ ആക്ടിവിസ്റ്റും അഭിനേതാവും വിദേശ മലയാളിയുമായ ഹരി നമ്പൂതിരി സാറ്, പ്രശസ്ത എഴുത്തുകാരിയായ KP സുധീര തുടങ്ങിയ പ്രമുഖർ ആ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ഇതിൽ നിന്നെല്ലാമുള്ള ആവേശകരമായ ഒരു മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെണ്ണില്ലം സംഘടന എടുത്ത ഒരു സുപ്രധാനമായ ഒരു തീരുമാനമാണ് പെണ്ണില്ലം യൂട്യൂബ് ചാനൽ ആരംഭിക്കണം എന്നത്. പെണ്ണില്ലം എന്ന് തന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെയും പേര്. ഇന്ന് ഈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. പെണ്ണില്ലം റേഡിയോ എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഒതുങ്ങി നിന്ന പെണ്ണില്ലത്തിലെ അംഗങ്ങളുടെ വിവിധങ്ങളായ കഴിവുകൾ ഇനി ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ വീഡിയോ അപ്ലോഡുകൾ ഉണ്ടായിരിക്കും. വിവിധതരം കലാ സാഹിത്യ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ചാനലിൻ്റെ വിജയകരമായ മുന്നോട്ട് പോക്കിന് ഞങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുവാനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. കഴിവുള്ളവർ വരട്ടെ, അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.